എനിക്ക് ഈ വീട്ടിലൊരു പട്ടിയുടെ വില പോലും ഉണ്ടോടോ? പഴയ പോലീസേ. തന്നെ കുളിപ്പിക്കണം, പല്ല് തേപ്പിക്കണം, മലവും കൊരണം, മരുന്നും തരണം. അതും പോരാഞ്ഞ ശരീരമാസകലം തിരുമ്മണം. തിരുമാടോ, ഞാൻ ശരിക്കും തിരുമാടോ. ഇത്രയൊക്കെ ചെയ്തിട്ടും വെറും 1,800 രൂപ ശമ്പളം കൂടുതൽ ചോദിച്ചപ്പോ തന്റെ പുന്നാരമ്മക്ക് തരാൻ മേല. അവിടെ പോലീസ് ആയെങ്കിൽ ഞാൻ പൗരനാണോ? അധ്വാനിക്കുന്ന തൊഴിലാളി പൗരൻ. എന്റെ അവകാശങ്ങൾ സാധിച്ചു കിട്ടും വരെ തന്നെ ഞാൻ ഇങ്ങനെ 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 നന്നായിട്ട് ശുശ്രൂഷിച്ചു കൊണ്ടേയിരിക്കുമടാ കിഴങ്ങാരം പോലീസേ. ഇവനാള് കൊള്ളാലോ. എന്നോടാ കളി. തന്റെ മോള് കാശ് തന്നില്ലെങ്കിൽ എന്താ? തനിക്കുള്ള മരുന്നിന്റെ വകയില് എനിക്കുള്ള മരുന്ന് പുശാല്ലേ? അയ്യോ, യമന് മരുന്ന് തന്നില്ലല്ലേ? ഇപ്പൊ തരാം, ശരിയാക്കി തരാവേ. ആയുർവേദം മണ്ണിന്റെ മരുന്നായതുകൊണ്ട് ഇതിലൽപ്പ ചെളിയിരിക്കുന്നത് നല്ലതാ. എന്നാ തേവ്. ദൈവമേ, ഇന്നത്ര നേരത്തെ കിട്ടിയിരുന്നു. അയ്യോ, സോറി, മണം കിട്ടാതിരിക്കാനാ. അങ്ങനെ ഓ, ഇന്നത്തെ പെടാപ്പാട് കഴിഞ്ഞു. ഒരു വിധത്തില് മരുന്ന് കുടിപ്പിച്ചു. ഒരു നക്ഷത്രം തോളിൽ കൂടുതലുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അയാളുടെ വീട്ടുവേലക്കാരി ആവാനൊന്നും പോണില്ല. പണിക്കർക്കും അയാളുടെ മകനും ടൈസൺ ജോർജിനെ സംരക്ഷിക്കണമായിരിക്കും, പക്ഷെ എന്നെ അതിന് കിട്ടില്ല. അത് ശരി. അപ്പൊ മോള് നമ്മുടെ പക്ഷത്താണല്ലേ? ആയ കാലത്ത് അച്ഛൻ അയാളെ സേവിച്ചതിന്റെ കൂലി ഇപ്പൊ അയാൾ എനിക്ക് തരുന്നുണ്ട്. പണിക്കരുടെ സപ്പോർട്ട് ഇല്ലാതെ ടൈസൺ ജോർജ് എന്റെ നേരെ കൈ ഉയർത്തില്ല, അത് ഉറപ്പാ. ഓഹോ, അപ്പൊ അങ്ങനെ ഉണ്ടായോ? എന്റെ ആണ്ടവാ, ഭഗവാനെ, അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചകത്താക്കാൻ എന്നെ ഒന്ന് സഹായിക്കണേ. അച്ഛൻ നോക്കിക്കോ, ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ഞാൻ ചിലത് പ്രൂവ് ചെയ്യും, ഉറപ്പ്. ഈ പാവം പെൺകുട്ടിനെ ഇത്രയും സങ്കടപ്പെടുത്തിയ സ്ഥിതിക്ക് നിനക്ക് ഞാനൊരു മിഠായി തരും ടൈസ. പരുത്തിപ്പാറദേശം പിലാക്കണ്ടിയിൽ തോമാച്ചൻ മകൻ ടൈസൺ ജോർജ് എന്ന ജോർജ് കുട്ടി വയസ്സ് 35, തൊഴിൽ കൂലിത്തല്ല്, ചാരായം മാറ്റി, സ്പിരിറ്റ് കടത്ത്, പെണ്ണുപിടി. ചെയ്യാൻ ഇദ്ദേഹം തന്നെയല്ലേ? ആണെങ്കിൽ മോനെ, നിന്നെ ഇടിച്ചു വീഴ്ത്താൻ ഞാൻ പാടുപെടും. ഇതാ ഇവന്റെ ഒക്കെ ഒരു ബാക്കിയിടായാലോ. നിന്റെ അപ്പം എന്ന് പറയോടാ. എന്റെ ടൈസൺ നമ്മൾ തമ്മിൽ എന്തിനാ പൂസിനെന്നൊന്നും അറിഞ്ഞിരിക്കണ്ടേ? ഇവൻ ഈ പറഞ്ഞ മാതിരി കാര്യം ആണ്ടവനൊരു കള്ളൻ തന്നെയാ. പക്ഷെ കേരള പോലീസിനോട് ഈ കള്ളനൊരു ബഹുമാനുണ്ട്. മര്യാദക്ക് ജോലി നോക്കാൻ വന്ന ചുണക്കുട്ടിയായ ഒരു പോലീസുകാരിയെ നീ പട്ടാ പകല ചെറ്റപ്പനക്കർക്ക് വേണ്ടി മാനം കെടുത്തി. അത് തെറ്റല്ലേ? അപ്പൊ അതിനൊരു ചെറിയ മിഠായി ഞാൻ തരണ്ടേ ടൈസ?
ചന്ദ്ര, പുറത്തെന്താ വീണ പോലെ നോക്ക്. ദൈവമേ, ഇതെന്താ? സാറേ, എന്താ ചന്ദ്ര? ദേ. ആ, എന്താ ഇത്? അഴിക്ക്. ഞാനോ? അഴിക്കാം. ദൈവം തമ്പുരാൻ നേരിട്ട് കൊറിയർ സർവീസ് തുടങ്ങിയ ആണ്ടവന്റെ സമ്മാനം. Bring him. സംശയിക്കേണ്ട സർ. ടൈസൺ ജോർജ്. സാറ് ക്ഷമിക്കണം, ഞങ്ങൾ ഇവനെ ഒന്ന് നന്നായി പെരുമാറി. അറിയാം സർ, കസ്റ്റഡിയിലെടുത്ത പ്രതികളെ തല്ലാൻ പാടില്ലെന്ന് അറിയാം, പ്രത്യേകിച്ചും ഇവനെ പോലുള്ള ഗുണ്ടകളെ. പക്ഷെ ചെയ്തു പോയി. പിന്നെ ഇവന്റെ പേരിലുണ്ടായിരുന്ന ചില പഴയ കേസുകൾ കൂടി ഞാൻ പൊടി തട്ടിയെടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനും തീരുമാനിച്ചു. പരിധികൾ ലംഘിക്കാനാണ് സർ സുഖം. കമോൺ. പെടുത്തിക്കളയരുത്. വേണ്ട, ഉണ്ടത്തി ചേച്ചി അകത്ത് എന്നിട്ട് പോലീസിനെ വിളിക്കാനാ പരിപാടി തോന്നി. അത് വേണ്ട. അവര് വന്ന് നോക്കുമ്പോ പണിക്കര് സാറിനെ കാണാനായിട്ട് പാണ്ടിലോറി കയറി ഇറങ്ങിയ പോലെയോ പ്ലെങ്ങിട്ട്. അപ്പൊ പണിക്കര് മുതലാളി എപ്പോഴാ ഇവിടെ പകൽ കൃഷി തുടങ്ങിയത്? രാത്രിയിലായിരുന്നല്ലോ പതിവ്. അല്ല, അതിൽ തെറ്റ് പറയാനില്ല. മക്കളൊക്കെ തെങ്ങടിച്ച പന വീഴുന്ന പ്രായത്തിലായി. ഉണ്ടായിരുന്ന ഭാര്യയോട് സ്നേഹം കൂടിയപ്പോ വയറ്റിൽ ഇങ്ങനെ വെറുതെ ചവിട്ടിയ കൊന്നു. അപ്പോ പണിക്കർക്ക് ആരെയും ഇത്തിരി പ്രന്യാസം ഉണ്ടാവുന്ന ആണ്ടവൻ അറിയാം, ജോറായിട്ട് അറിയാം. ഇത് പോട്ടെ, പക്ഷെ കൊള്ളാവുന്ന പെമ്പിള്ളേരെ വഴിയിൽ ഇങ്ങനെ തടഞ്ഞു നിർത്തി ഗുണ്ടകളെ കൊണ്ട് നാണം കെടുത്തി പ്രന്യാസം തീർക്കണ ഏർപ്പാടുണ്ടല്ലോ, അതിന് വേണ്ട. അങ്ങനെ ചെയ്തെടുത്തപ്പോ കോടതിയിൽ ശിക്ഷയും കാത്ത് നിൽക്കാവൂ. തന്റെ വലം കൈ ടൈസൺ ജോർജ്. ഇത്രയും കാലം നിന്ന് ഞാൻ വളരാൻ വിടുകയായിരുന്നു. വെട്ടുമ്പോ കാതിലുള്ള മരം വെട്ടോന്റെ സുഖം. ഇനി ആണ്ടവൻ വെട്ടി തുടങ്ങാൻ പോവാ. ഈ നാടിനെയും നിയമത്തെയും പറ്റിച്ച് താനും മക്കളും കൂടി കളിച്ച മുഴുവൻ കളികളും ഞാൻ വെട്ടിക്കഴി പുറത്തിടും. നീ പാടുപെടും മോനെ, പാടുപെടും. മനുഷ്യനെ പ്രാന്തടിപ്പിക്കാൻ നീ ഇങ്ങനെ ചെങ്കീരി കലക്കവെള്ളം മോന്തറ പോലെ പിന്നെയും തേവാതെ എന്തെങ്കിലും ഒന്ന് വാതർന്ന് പറ. ഓ, അച്ഛനൊന്ന് പിടയ്ക്കാതിരിക്കെ. ഞാൻ പിടയ്ക്കൂടാ. ജയിലിൽ കിടന്ന് അഴി എണ്ണി കുഴയണത് എന്റെ വലം കൈയായ ഒരുത്തരാ. നീ നിന്റെ അനിയനകത്തായാലും ഞാൻ ഇത്ര പിടക്കില്ല. പോലീസുകാർ പഠിച്ച പണി 18 നോക്കി. ആണ്ടവനെ കിട്ടിയോ? കിട്ടിയില്ല. അവൻ എന്റെ അടുത്ത് വരുന്നു, വിലാസിന്റെ അടുത്ത് വരുന്നു. അച്ഛനത് ഏത് വിലാസിന്റെ കാര്യം പറയുന്നത്? ഏത് പെണ്ണാക്കാണ്? നമ്മുടെ കുന്നുപുറത്തെ വിലാസിനി. അച്ഛൻ എന്തിനാ അവിടെ പോയത്? മേലനെങ്കിൽ പണിയാത്തവന്റെ ചോദ്യം ചെയ്യാൻ വന്നല്ലുണ്ടല്ലോ, ഉണ്ട കണ്ട് 2 കുത്തി പൊട്ടിക്കാൻ ഞാൻ. ഓയി മൊബൈൽ ഫോണിൽ SMS വിട്ട് കളിക്കാനാ തെണ്ടി വിലാസിനി ആരെന്ന്. അച്ഛന്റെ തിരുമല കേന്ദ്രത്തിൽ എല്ലാ വർഷവും എണ്ണപ്പാത്തിയിലിട്ട് ഉരുട്ടിയും ചവിട്ടി ഒടിഞ്ഞും വളർത്തിയെടുത്ത ടൈസന്റെ ദേഹത്ത് ഒരു പോർല് വീഴ്ത്താൻ ഡിപ്പാർട്ട്മെന്റിലെ കൊടവേറി ചാടിയ പോലീസുകാരും ഇൻസ്പെക്ടർ വേഷം കെട്ടിയ വേറെ ഒരു പെണ്ണും പോരാ. SI ശ്രീരേഖ ഒരു പാവക്കൂത്ത് കളിക്കാ. ചരട് മുഴുവൻ അവന്റെ കയ്യിലും. ആണ്ടവന്റെ. അപ്പൊ അവൻ അവൾ ഒന്നായോ? ബെസ്റ്റ്, നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. ഒരു കള്ളനും പോലീസും അപ്പുറത്ത്, വേറൊരു കള്ളനും പോലീസും ഇപ്പുറത്ത്. അപ്പുറത്ത് പോടാ മൊബൈൽ മോനെ. സദാശിവ, അവരൊന്നിക്കട്ടെ. അവന് വേണ്ടി ന്യായം പറയാൻ അവള് കൂടെ വേണം. പണ്ട് മുതലേ ഞാൻ ചതിച്ചും പറ്റിച്ചും മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ആ കളി ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ലെന്ന് അവള് കൂടി അറിയണം. അതിനുള്ള ഗ്യാപ്പ് കിട്ടുമോന്നാ എന്റെ പേടി. പരമേശ്വര പണിക്കർക്ക് മുട്ടുപറയ്ക്കാൻ തുടങ്ങിയല്ലേ? പിന്നെയും പണി കിട്ടിക്കൊണ്ടിരിക്കല്ലേ മോനെ? അതിന്റെ മുഴുവൻ കണക്കും അവൻ പറയും. എണ്ണി നമ്മൾ പറയിക്കും. നീതിന്യായ കോടതിയിലല്ല, പണിക്കർ ഗ്രൂപ്പിന്റെ ഈ കോടതിയിൽ. അവനെ അറസ്റ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താനുള്ള സ്പെഷ്യൽ ഡ്യൂട്ടി ഇനി ഇൻസ്പെക്ടർ ശ്രീരേഖയ്ക്ക്. അവൾക്ക് മുമ്പിൽ വെച്ച് അച്ഛൻ പറയും അവനുള്ള വിധി. ചെയ്ത ഓരോന്നിനും പരമാവധി ശിക്ഷ മാത്രം വിധിക്കുന്ന നമ്മുടെ മാത്രം വിധി നടത്തിപ്പ്. എന്താ പോരെ?